കാണാത്ത ഒരു വാഹനത്തിന് എങ്ങനെ ലാസ്റ്റ് വില പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ കച്ചവടം നടക്കും എനിക്കറിയത്തില്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ വിവാഹം കഴിക്കുമ്പോൾ നമ്മൾ കാണാത്ത ഒരു പെൺകുട്ടീനാണോ ഈ ഒരു തലമുറയിൽ നമ്മൾ വിവാഹം കഴിക്കാറ്? അല്ലല്ലോ. നിങ്ങളെല്ലാവരും പലതവണ കണ്ട് സംസാരിച്ച് അതിനുശേഷമല്ലേ നിങ്ങളൊക്കെ വിവാഹം കഴിക്കാറ്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ നമുക്ക് യാത്രയിൽ നമ്മൾ കൂടെ കൂട്ടാൻ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വാഹനത്തെ തീർച്ചയായും നിങ്ങൾ കാണാൻ തയ്യാറാകണം. നിങ്ങൾ ചെന്ന വാഹനത്തിനെ കണ്ട് ആ വില വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ആളോട് നേരിട്ട് വിലയിൽ സംസാരിക്കും. എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെറിയൊരു ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോവുകയാണ്. ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനുണ്ടായ കാരണവും ഞാൻ പറയാം. ഞാനിപ്പോ റൈഡ് ചെയ്യാൻ എടുത്തിരിക്കുന്ന വാഹനം 2017 ഡിസംബർ രജിസ്ട്രേഷനിലുള്ള സിംഗിൾ ഓണർഷിപ്പ് ഹുണ്ടായിയുടെ ഇയോൺ എറ പ്ലസ് വാഹനമാണ്. ഈ ഒരു വാഹനം 54,815 കിലോമീറ്റർ ആണ് പ്രസന്റിൽ ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത്. അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത അത്യാവശ്യം നല്ല കണ്ടീഷനിൽ ബോഡി ഭാഗം പെയിന്റ് ഭാഗം അങ്ങനെ വർക്കുകളൊന്നും ആവശ്യമില്ലാത്ത ഒരു വാഹനമാണ്. നിലവിൽ അത്യാവശ്യം നല്ല കണ്ടീഷൻ തന്നെ ഈ വാഹനം നിലകൊള്ളുന്നുണ്ട്. അപ്പോൾ ഞാനിത് പറയാനുള്ള കാരണം, ഈ വാഹനത്തിന് ഞാൻ അഡ്വർടൈസ്മെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ആളുകൾ എന്നെ ഡയറക്റ്റ് ഈ വാഹനത്തിന്റെ പരസ്യം കണ്ടിട്ട് കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ആളുകൾ അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവർ എന്നെ വിളിച്ചു, നേരിട്ട് വന്ന് കാണാൻ തയ്യാറായി. അവരുടെ 2 സുഹൃത്തുക്കളെ അവർ കൂടുതൽ കൂട്ടിയിരുന്നു, 2 പേര്. അപ്പൊ എനിക്ക് വന്നപ്പോൾ തന്നെ എനിക്ക് എന്റെ അടുത്ത് വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ഈ 2 കസ്റ്റമേഴ്സിനും കൂടെ വന്നിരിക്കുന്ന സുഹൃത്തുക്കള് അദ്ദേഹം ആ ഒരു വാഹനം എന്റെ അടുത്ത്, അതായത് കസ്റ്റമർ ഡയറക്റ്റ് പരസ്യം കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു വാഹനമാണിത്. ഈ ഒരു വാഹനം എടുപ്പിക്കാൻ തയ്യാറല്ല എന്നുള്ള ഒരു മൈൻഡിലാണ് കൂടെ വന്നിരിക്കുന്ന സുഹൃത്തുക്കൾ എന്നുള്ളത് എന്റെ കോമ്പൗണ്ടിൽ വന്നപ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി. അതിന് അവർ ഉദ്ദേശിക്കുന്ന കാരണം, അവർക്ക് വാഹന വിൽപ്പന മേഖലയുമായിട്ട് വേറെ ആരെങ്കിലുമായിട്ടൊക്കെ പരിചയമുള്ളതാണെന്ന് എനിക്ക് അവരുടെ ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ നമുക്കറിയാം. നമ്മുടെ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് വെച്ചാണ് ഞാനിത് പറയുന്നത്. വില പറയാൻ തുടങ്ങിയ കസ്റ്റമർ വരെ കൂടെ വന്ന സുഹൃത്ത് ചാടിക്കേറി വേണ്ട നമുക്ക് പിന്നീട് പറയാം എന്നും പറഞ്ഞ് അവിടെ നിന്ന് കൊണ്ടുപോയിട്ട് എന്നാ വിളിക്കാം എന്ന് പറഞ്ഞു. കാരണം അദ്ദേഹത്തിന് വണ്ടി ഇഷ്ടപ്പെട്ടു. ഞാൻ എന്റെ ആസ്കിംഗ് പ്രൈസ് പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ നെഗോഷിയേറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ വന്നപ്പോഴാണ് സുഹൃത്തിന്റെ ഇടപെടൽ ഉണ്ടായത്. നമ്മൾ വിശ്വാസത്തോടെയും സ്നേഹത്തോടെയും കൊണ്ടുപോകുന്ന സുഹൃത്ത് തന്നെയാണ്. അവിടെ നിന്നും ആ കസ്റ്റമർ തന്റെ സുഹൃത്ത് കണ്ടുപിടിച്ച ഒരു വാഹനം അത് അവിടെ നിന്ന് കൊള്ളില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈന്റോ റീസണോ ഒക്കെ പറഞ്ഞ് അവിടെ നിന്ന് ആ കസ്റ്റമറെ ചാടിച്ചോണ്ട് പോയിട്ട് അദ്ദേഹത്തിന് പരിചയമുള്ള വേറെ എവിടെയെങ്കിലും കൊണ്ട് വാഹനം മേടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു കമ്മീഷൻ തന്നെ ആയിരിക്കാം അവര് അതിൽ നിന്ന് ഉദ്ദേശിച്ചത്. അപ്പൊ ഞാൻ അതിനകത്ത് ഒരാളെ എനിക്ക് ഇതിന്റെ കാര്യം അറിയാൻ വേണ്ടിയിട്ട്, കാരണം എന്നെ ഒരു 3-4 തവണ വിളിച്ചൊരു കസ്റ്റമർ ആയതുകൊണ്ട് ഞാൻ ഒന്ന് ഫോളോ അപ്പ് ചെയ്തു. അപ്പൊ പറഞ്ഞ എന്റെ സുഹൃത്ത് വണ്ടി ഓടിച്ചിട്ട് പറഞ്ഞത് വാഹനത്തിന് ഭയങ്കര ഒച്ചപ്പാടും ബഹളമാണ്, വാഹനത്തിന് പിടപ്പാണെന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ അന്തം വിട്ടുപോയി. കാരണം ഞാനിപ്പോ ഓടിക്കുന്ന ഈ ഒരു വാഹനം ആർക്ക് വേണേലും വരാം. ഈ ഒരു വാഹനത്തിന് സസ്പെൻഷൻ പരമായ കംപ്ലൈന്റുകളില്ല, ഷോക്ക് ബുഷുകളോ കാര്യങ്ങളോ അങ്ങനത്തെ യാതൊരു വിഷയം, ട്രൈ ഷാഫ്റ്റുകളോ അങ്ങനത്തെ യാതൊരു ഒച്ചപ്പാടോ ബഹളങ്ങളോ ഒന്നും ഇല്ലാത്തൊരു വാഹനമാണ് ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മേടിക്കുവാൻ വന്ന ആള് ആ വാഹനം ഡ്രൈവ് ചെയ്തില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ സുഹൃത്ത് ആയ ആള് ഞങ്ങളുടെ കോമ്പൗണ്ടിൽ തന്നെ ഒരു 200 മീറ്റർ മാത്രം ഡ്രൈവ് ചെയ്തിട്ടാണ് ആ ഒരു വാഹനത്തിന് ഒച്ചപ്പാടും ബഹളങ്ങളാണ്, കംപ്ലൈന്റ് ഉണ്ട് എന്ന് എന്റെ സുഹൃത്തിനോട് പറഞ്ഞ് അദ്ദേഹത്തിനെ കൊണ്ടുപോയത്. വേറൊരാൾ വില പറയിപ്പിച്ചില്ല, ഒരാൾ കംപ്ലൈന്റ് പറഞ്ഞു. എന്റെ സുഹൃത്ത് വണ്ടി എടുക്കുമ്പോഴും അപ്പോഴും എനിക്കതിൽ നിന്ന് 10 പൈസ എനിക്ക് കിട്ടണം. അതുകൊണ്ട് തന്റെ സുഹൃത്തിന് നല്ലൊരു വണ്ടി വേണ്ട എന്നൊരു ഒരു ലൈൻ തന്നെയാണ്. 2017 ഡിസംബർ രജിസ്ട്രേഷൻ ആയ സിംഗിൾ ഓണർഷിപ്പ് എറ പ്ലസ് ആണ്. എറ പ്ലസ് AC, പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് ഉണ്ട്. ഈ വാഹനത്തിന് സ്പെയർ കീ അവൈലബിൾ ആണ്. നല്ല ടയർ കണ്ടീഷൻ ഉണ്ട്. വേറെ പെയിന്റ് വർക്കുകളോ ബോഡി വർക്കുകളോ ഒന്നും നിലവിൽ വാഹനത്തിന് ആവശ്യകതയൊന്നുമില്ല. ഇപ്പൊ ഈ ഒരു വാഹനത്തിന് 35,000 കിലോമീറ്റർ വരെയാണ് കമ്പനി സർവീസ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ലെസ് യൂസ് ആയിരുന്നു ഈ ഒരു വാഹനം. നിങ്ങളൊരു വാഹനം ചൂസ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പുള്ള ആളുകളെ കൂട്ടിക്കൊണ്ട് വരിക. ഇപ്പൊ നിങ്ങളൊരു മെക്കാനിക്കിനാണ് ചൂസ് ചെയ്യണമെങ്കിൽ നല്ല തിരക്കുള്ള വർക്ക്ഷോപ്പിലെ മെക്കാനിക്കുമാരൊന്നും വാഹനം നോക്കിയെടുത്ത് തരാൻ അവരാരും കൂടുതൽ വരണം എന്ന് നിർബന്ധമില്ല. കാരണം അവരുടെ തിരക്കുകൾ കൊണ്ടാണത്. കസ്റ്റമറുടെ പ്രൊഫൈൽ അനുസരിച്ച് 2 ലക്ഷം രൂപ വരെ ഈ വാഹനത്തിന് ഫിനാൻസ് സൗകര്യം ലഭ്യമാണ്. നിങ്ങൾ വാഹനം മേടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ ഈ വാഹനം കാണാൻ തയ്യാറാകണം. നിങ്ങൾ വരണം. പല ആളുകളും എന്നോട് ഫോണിൽ വിളിച്ചു ചോദിക്കും, ലാസ്റ്റ് വിലയാണ് അവർ ആദ്യമേ ചോദിക്കുന്നത്. നിങ്ങൾ എപ്പോഴും കാണാത്ത ഒരു വാഹനത്തിന് എങ്ങനെ ലാസ്റ്റ് വില പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ കച്ചവടം നടക്കും എനിക്കറിയത്തില്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ വിവാഹം കഴിക്കുമ്പോൾ നമ്മൾ കാണാത്ത ഒരു പെൺകുട്ടീനാണോ ഈ ഒരു തലമുറയിൽ നമ്മൾ വിവാഹം കഴിക്കാറ്? അല്ലല്ലോ. നിങ്ങളെല്ലാവരും പലതവണ കണ്ട് സംസാരിച്ച്
അതിനുശേഷമല്ലേ നിങ്ങളൊക്കെ വിവാഹം കഴിക്കാറ്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ നമുക്ക് യാത്രയിൽ നമ്മൾ കൂടെ കൂട്ടാൻ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വാഹനത്തെ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ കാണാൻ തയ്യാറാകണം. നിങ്ങൾ ചെന്ന വാഹനത്തിനെ കണ്ട് ആ വില വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ആളോട് നേരിട്ട് വിലയിൽ സംസാരിക്കാം. അപ്പൊ ഞാൻ ഈ ഒരു വാഹനത്തിന് ഞാൻ 2,50,000 രൂപയാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾ വരുവാണെങ്കിൽ ഈ ഒരു വാഹനത്തിന് വിലയിൽ നെഗോഷിയേറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഞാൻ വാഹനത്തിന് വിലയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ കാണാത്ത ഒരു കസ്റ്റമർ ഇപ്പൊ എന്നെ വിളിക്കുന്നത് പലപ്പോഴും കാസർഗോഡ് നിന്നായിരിക്കാം, തിരുവനന്തപുരത്ത് നിന്നായിരിക്കാം. പക്ഷെ ഏതൊക്കെയാണേലും വരണം. വന്നു കഴിഞ്ഞാൽ ഈ ഒരു വാഹനം 2,50,000 രൂപയിൽ ഞാൻ മാന്യമായ ഒരു വിലയിൽ ഞാൻ ഒരു വാഹനം തരാൻ തയ്യാറാണ്. പുതിയ ഇൻഷുറൻസ് ഞാൻ വാഹനത്തിന് എടുത്തു കൊടുക്കും. ഈ ഒരു വാഹനത്തിന്റെ ഞാൻ പറഞ്ഞ കുറച്ച് വേറെ വർക്കുകളൊന്നും ചെയ്യാനില്ല. അപ്പോൾ അതിൽ എന്റെ മൊബൈൽ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ള ആളുകൾ എന്നെ വാട്സാപ്പിലോ നമ്പറിലോ എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ അത്യാവശ്യം ഞാനൊരു വാഹനം ഞാൻ ഓടിച്ചു നോക്കിയ, കാരണം എനിക്ക് യാതൊരു ഒച്ചപ്പാടോ ബഹളങ്ങളോ ഒന്നുമില്ല. ആകപ്പാടെ ഇതിന്റെ സെൻട്രൽ ലോക്കിന്റെ ഈ ഇതിൽ കിടന്ന് അടിക്കുന്ന ഒരു സൗണ്ട് മാത്രമാണ് എനിക്ക് ഇതിന്റെ കിട്ടിയത്. എനിക്ക് സസ്പെൻഷന്റെ വിഷയങ്ങളൊന്നും കിട്ടിയില്ല. മാന്യമായ പെർഫോമൻസ് ഉണ്ട്, വലിയുണ്ട്. അപ്പൊ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായും വിളിക്കുക. മറ്റൊരു വാഹനത്തിന്റെ വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ നമ്മൾ കാണുന്നവരെ നന്ദി, നമസ്കാരം.